ഞാൻ നിന്നെ സൃഷ്ടിച്ച ദൈവം, ഞാൻ നിന്നെ രക്ഷിച്ച ദൈവം, ഞാൻ നിന്റെ പാതയിൽ എന്നും വെളിച്ചമായി നിന്നെ നയിക്കുന്ന ദൈവം. ഭയപ്പെടേണ്ട മകനേ മകളെ, ഞാൻ നിന്റെ ദൈവമല്ലേ. കരയരുതേ ഇനി എൻ കൺമണിയേ, ഞാൻ നിന്റെ കൂടെയല്ലേ. ഭയപ്പെടേണ്ട മകനേ മകളെ, ഞാൻ നിന്റെ ദൈവമല്ലേ. കരയരുതേ ഇനി എൻ കൺമണിയേ, ഞാൻ നിന്റെ കൂടെയില്ലേ. ഞാൻ നിന്നെ സ്നേഹിക്കും ദൈവം, ഞാൻ നിന്നെ പാലിക്കും ദൈവം, ഞാൻ നിന്നെ സ്നേഹിക്കും ദൈവം, ഞാൻ നിന്നെ പാലിക്കും ദൈവം, ഞാൻ നിന്റെ മുറിവുകൾ സൗഖ്യപ്പെടുത്തും സുരജീവദായക ദൈവം. ഞാൻ നിന്റെ മുറിവുകൾ സൗഖ്യപ്പെടുത്തും സുരജീവദായക ദൈവം. ഭയപ്പെടേണ്ട മകനേ മകളെ, ഞാൻ നിന്റെ ദൈവമല്ലേ. കരയരുതേ ഇനി എൻ കൺമണിയേ, ഞാൻ നിന്റെ കൂടെയല്ലേ. ഞാൻ നിന്നെ ലാളിക്കും ദൈവം, ഞാൻ നിന്നെ ശാസിക്കും ദൈവം, ഞാൻ നിന്നെ ലാളിക്കും ദൈവം, ഞാൻ നിന്നെ ശാസിക്കും ദൈവം, ഞാൻ നിന്റെ കണ്ണീർ തുടച്ചെന്നും നിന്നെ ആശ്വസിപ്പിച്ചിടും ദൈവം. ഞാൻ നിന്റെ കണ്ണുനീർ തുടച്ചെന്നും നിന്നെ ആശ്വസിപ്പിച്ചിടും ദൈവം. ഭയപ്പെടേണ്ട മകനേ മകളെ, ഞാൻ നിന്റെ ദൈവമല്ലേ. കരയരുതേ ഇനി എൻ കൺമണിയേ, ഞാൻ നിന്റെ കൂടെയല്ലേ. കരയരുതേ ഇനി എൻ കൺമണിയേ, ഞാൻ നിന്റെ കൂടെയല്ലേ. എൻ്റെ പ്രിയപ്പെട്ട ദൈവജനമേ, ഈ വിശുദ്ധ ഗ്രന്ഥത്തിലെ ഈ ബൈബിളിൽ അനേകം തവണ ദൈവം ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല പേടിയുള്ളത് കൊണ്ട് ഞാൻ സ്നേഹമുള്ളവരെ നമ്മളെപ്പോഴും ഭയപ്പെട്ടിരിക്കുക. ചിലർ പറയുന്നത്, ബൈബിൾ പണ്ഡിതർ പറയുന്ന 365 തവണയോ മറ്റോ ഈ ഒരു തിരുവചനം ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട് ദൈവം. ഭയപ്പെടേണ്ട, ഞാനുണ്ട് നിൻ്റെ കൂടെ, നീ പേടിക്കേണ്ട. നമുക്ക് ഈ പേടിയുള്ളത് കൊണ്ടല്ലേ ഇത്രയും തവണ ദൈവം അങ്ങനെ പറഞ്ഞ പ്രിയപ്പെട്ടവർ. ദൈവം ആവർത്തിച്ച് പറഞ്ഞിരിക്കുക, നീ പേടിക്കേണ്ട, നീ ഭയപ്പെടേണ്ട, ഞാനുണ്ട് നിൻ്റെ കൂടെ. നമുക്കത് സ്വീകരിക്കാൻ പറ്റുന്നില്ല സ്നേഹമുള്ളവർ. ദൈവം ഒപ്പമുണ്ടോ? നമ്മളാരും ഇങ്ങനെ കാണുന്നൊന്നുമില്ലല്ലോ. പക്ഷേ ഇതൊരു നഗ്ന സത്യമാണ്. ദൈവം ഒരിക്കലും നുണ പറയില്ല സ്നേഹമുള്ളവർ. ദൈവം ഒരിക്കലും കള്ളം പറയില്ല. സംഖ്യയുടെ പുസ്തകം 23:19, വ്യാജം പറയാൻ, കള്ളം പറയാൻ, നുണ പറയാൻ ദൈവം മനുഷ്യനല്ല. അനുദപിക്കാൻ അവിടുന്ന് മനുഷ്യൻ്റെ പുത്രനല്ല, അവിടുന്ന് ദൈവത്തിൻ്റെ മകനാ. അവിടുന്ന് പറഞ്ഞത് ചെയ്യാതിരിക്കുമോ? അവിടുന്ന് പറഞ്ഞത് ചെയ്യാതിരിക്കോ?
ദൈവം പറഞ്ഞിട്ടുണ്ട്. ദൈവം നുണ പറയില്ല, ദൈവം വ്യാജം പറയില്ല, ദൈവം കള്ളം പറയില്ല. അവിടുന്ന് പറഞ്ഞത് പ്രവർത്തിക്കും. എന്താ പറഞ്ഞ്? ഭയപ്പെടേണ്ട, ഞാനുണ്ട് നിൻ്റെ കൂടെ. നീ സംഭ്രമിക്കേണ്ട, ഞാനാ നിൻ്റെ ദൈവം. അതുകൊണ്ട് സ്നേഹമുള്ള ദൈവമക്കളെ, നമ്മുടെ ഭാവിയെക്കുറിച്ച് ഉത്കണ്ഠയുണ്ട്, വരാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഭയമുണ്ട്, മുന്നോട്ടിനി എങ്ങനെ നീങ്ങും, ഈ കടം എങ്ങനെ മാറും, ഈ ബുദ്ധിമുട്ട് എങ്ങനെ തീരും, ഈ അസ്വസ്ഥത എങ്ങനെ മാറും, എൻ്റെ ഈ കാര്യങ്ങളൊക്കെ എങ്ങനെ നടന്നു കിട്ടും, ആരാ ഉള്ള എന്നെ സഹായിക്കാൻ, പ്രായമാവുമ്പോൾ ആരെന്നെ നോക്കും, ഒരു വീടായില്ലല്ലോ ഇതുവരെ, ഉള്ള വീട് ജപ്തിയാണല്ലോ, മക്കളെക്കുറിച്ച് ഈ ഒരു അവസ്ഥയാണല്ലോ, ഉത്കണ്ഠയാണല്ലോ എപ്പോഴും, എന്തു ചെയ്യും, ഇങ്ങനെ അനേകം ക്വസ്റ്റ്യൻ മാർക്കുകൾ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ ഇരുന്നോട്ടെ സ്നേഹമുള്ളവർ. പക്ഷെ ദൈവം പറയുക, ഭയപ്പെടേണ്ട, ഞാനുണ്ട് നിൻ്റെ കൂടെ. നീ സംഭ്രമിക്കേണ്ട, ഞാനാ നിൻ്റെ ദൈവം, ഞാൻ നിന്നെ വഴി നടത്തും. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, ദൈവത്തിൻ്റെ തിരുവചനം ഇങ്ങനെ പറയുന്നുണ്ട്, സ്നേഹത്തിൽ ഭയത്തിന് ഇടമില്ല. ഞാനും നിങ്ങളുമൊക്കെ ഇത്രയെങ്കിലും ഭയപ്പെട്ടിരിപ്പുണ്ടെങ്കിൽ നമ്മൾ ആ ദൈവസ്നേഹം കുറഞ്ഞു പോയോ, ദൈവത്തിലുള്ള വിശ്വസ്തത കുറഞ്ഞു പോയോ, തമ്പുരാനിലുള്ള ആ സ്നേഹം നഷ്ടപ്പെട്ടു പോയോ, ഇത് നമ്മളൊന്ന് പരിശോധിക്കണം. എന്നിട്ട് വീണ്ടും തിരിച്ചു വരണം. ഞാനും നിങ്ങളും പേടിക്കണ്ട, ഭയപ്പെടേണ്ട എന്ന് ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഭയം ഇപ്പം തന്നെ മാറിപ്പോകും പ്രിയപ്പെട്ടവരെ. നീ വിഷമിക്കേണ്ട എന്ന് പറഞ്ഞാൽ ആ വിഷമം ഇപ്പം തന്നെ വിട്ടുപോകും. നീ കരയരുതെന്ന് പറഞ്ഞാൽ ആ കരച്ചിൽ മാറും കേട്ടോ. അതാ ദൈവത്തിൻ്റെ പ്രത്യേകത. മനുഷ്യൻ്റെ വാക്കുകൾ നമ്മളെ തളർത്തിക്കളയും, പക്ഷെ ദൈവത്തിൻ്റെ വാക്കുകൾ നമ്മളെ ആത്മാവിൽ വളർത്തും പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് സ്നേഹമുള്ള ദൈവജനമേ, ഈ നിമിഷം തന്നെ കർത്താവിൻ്റെ വാക്കുകൾ സ്വീകരിക്കുക. അനേകം തവണ വിശുദ്ധ ഗ്രന്ഥത്തിൽ എന്നോടും നിങ്ങളോടും പറഞ്ഞിട്ടുണ്ട്, പേടിക്കണ്ട, ഭയപ്പെടേണ്ട. ആ ഭയം എല്ലാം മാറിപ്പോകട്ടെ, ആ അസ്വസ്ഥത വിട്ടുപോകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുക. ഇരുകരങ്ങളും ഉയർത്തി ഒരിക്കൽ കൂടെ ഒന്ന് സ്തുതിച്ച് ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ ആരാധന. ഇതേത് നേരം ഓരോ ഉത്കണ്ഠ, ഏത് നേരം ഓരോ അസ്വസ്ഥത, എങ്ങനെയാന്നും പറഞ്ഞ് നമ്മൾ മുന്നോട്ട് പോവുക. ആ ചോദ്യങ്ങളെല്ലാം വിട്ടുകളയുക, ദൈവത്തിൽ ആശ്രയിക്കുക, കർത്താവിനെ ഭയപ്പെടുക. കർത്താവിനെ ഭയപ്പെടുന്നവൻ അധീരനാകുകയോ ഭീരുത്വം പ്രകടിപ്പിക്കുകയോ ഇല്ല. അവൻ്റെ കണങ്കാലുകളെ ശക്തി പ്രാപിക്കും. അവൻ്റെ കുടുംബത്തെ ദൈവം അനുഗ്രഹിക്കും. അവൻ വായ്പ വാങ്ങാൻ ഇടവരികയില്ല. അവൻ ആവശ്യമുള്ളതെല്ലാം ദൈവം കൊടുക്കും. ദൈവം അവനെ സംരക്ഷിക്കും. കണ്ണുകളടയ്ക്കാം. കർത്താവേ, കുടുംബങ്ങൾ അനുഗ്രഹിക്കുക. ചെന്നായി വിട്ടുപോകട്ടെ യേശുനാമത്തിൽ. ലഗിയോൻ കൂട്ടങ്ങൾ വിട്ടുപോകട്ടെ. പൈശാചി പീഡകൾ മാറിപ്പോകട്ടെ. കുടുംബത്തെ അനുഗ്രഹിക്കുക. അതിനുവേണ്ടി മറ്റുള്ളവരെ അനുഗ്രഹിക്കാൻ ഞങ്ങളെ തന്നെ അനുഗ്രഹിക്കുക ദൈവമേ. മറ്റുള്ളവരെ വിശുദ്ധീകരിക്കാൻ ഞങ്ങളെ തന്നെ വിശുദ്ധീകരിക്കണമേ. കരുണ വർഷിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ അന്ധകാര ശക്തികളും പൈശാചിക പീഡകളും നസ്രായനായ യേശുവിൻ്റെ നാമത്തിൽ കുടുംബങ്ങളിൽ നിന്ന് വിട്ടുപോകട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. തിരിച്ചോര കൊണ്ട് കഴുകപ്പെടട്ടെ. പരിശുദ്ധ മാതാവേ, അമ്മ പ്രത്യേകം മധ്യസ്ഥം വഹിക്കണമേ, കരുണ വർഷിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.